രാജേട്ടാ, ശബരിമല സ്വർണ്ണമോഷണ കേസിന്റെ വിവാദങ്ങൾ ഇങ്ങനെ കത്തിപ്പടരുകയാണ്. ഇ ഡി ആണെങ്കിൽ കടുത്ത നടപടിയുമായിട്ടാണ് മുന്നോട്ട് ഇന്നാണ് ഇ വന്നിരിക്കുന്നത്. ഡിയുടെ ശരിക്കുള്ള ആ രംഗപ്രവേശം ഉണ്ടായിരിക്കുന്നത്. ഈ ഇ ഡി പ്രധാനം അന്വേഷിക്കുന്നതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേടുകളാണ്. കള്ളപ്പണം വെളുപ്പിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, മറ്റുള്ള ഏജൻസികളൊക്കെ അന്വേഷിക്കുന്നത്. പക്ഷേ പണമിടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇ ഡി തന്നെയായിരിക്കും അന്വേഷിക്കുന്നത്. ഈ പ്രതികള്, മുഖ്യ പ്രതികളൊക്കെ ശബരിമല സ്വർണ്ണമോഷണ കേസിൽ നിന്നും മോഷണത്തിലൂടെ അനധികൃതമായി സമ്പാദിച്ച വസ്തുവകകളും സ്വത്തുക്കളും ഒക്കെ, അല്ലെങ്കിൽ ഈ ധനം അവർ കണ്ടെത്തി എന്നാണ് ഇവർ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ മരവിപ്പിക്കുമല്ലോ. അതൊന്നും അവർക്ക് ഈ പോറ്റി തന്നെ എത്ര കോടിക്ക് 30-40 കോടിക്ക് തിരുവനന്തപുരത്ത് ജില്ലയിലെ വിധങ്ങൾ വസ്തു വാങ്ങിച്ചിട്ടുണ്ട്. ഇവരുടെ എല്ലാം വീടുകളിൽ റെയ്ഡാണ്. കൂടാതെ 3 സംസ്ഥാനങ്ങളിൽ, കേരളം, തമിഴ്നാട്, കർണാടക, ഈ 3 സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ 21 സ്ഥലങ്ങളിൽ അല്ലേ റെയ്ഡ് നടത്തുന്നത്. അതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നാടെന്ന് പറയുന്നത് നമ്മുടെ ജില്ലയാണല്ലോ, അടുത്താണ് പുളിമാത്ത്, കിളിമാനിൻ്റെ അടുത്ത് പുളിമാത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ വാസുവിൻ്റെ വീട്ടിൽ, അപ്പോൾ പത്മകുമാർ തുടങ്ങി മുരാരി ബാബു, ഗോവർദ്ധൻ അല്ലേ, അങ്ങനെ എല്ലാ പ്രതികളുടെയും വീട്ടിലും ഇവരുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം റെയ്ഡാണ്. പക്ഷേ ഇതിനോടനുബന്ധിച്ച് മറ്റൊരു വാർത്ത കൂടി വന്നിരിക്കുകയാണ്. ഈ സ്വർണ്ണമോഷണ കേസുമായി ബന്ധപ്പെട്ട് 5 പ്രമുഖർ ഉടനെ അറസ്റ്റിലാകും. 5 പ്രമുഖർ. അത് പ്രധാനമായും 2 കേസുകളാണ് എടുത്തിരിക്കുന്നത്. ദ്വാരപാലക ശില്പപാളിയിൽ നിന്നും സ്വർണം മോഷ്ടിച്ചതും കട്ടിളപ്പാളികളിൽ നിന്നും സ്വർണം മോഷ്ടിച്ചതും. ഇന്നലെ ഹൈക്കോടതി നന്നായിട്ട് വിമർശനം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഹൈക്കോടതി സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഇവർ ഇവിടുന്ന് കൊണ്ടുപോയ സാധനം തന്നെയാണ് തിരിച്ചെത്തിയെന്ന് സംശയം ഉണ്ടെന്നുള്ളത്. 2019 ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതെല്ലാം ഇവിടെ ഇറക്കിക്കൊണ്ടുപോയി. അന്ന് വിജിലൻസ് അത് സാക്ഷ്യപ്പെടുത്തിയതാണ്. കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവന്നു. സ്വർണം പൂശാനെന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് സ്വർണം എടുത്ത് ചെമ്പാണോ കൊണ്ടുവന്നെന്നറിയില്ല. എന്തായാലും അതിനുശേഷം 2024-25 കാലഘട്ടത്തിൽ ഇത് വീണ്ടും ശബരിമലയിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയിട്ടുണ്ട്. പ്രശാന്ത് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത്. ഇപ്പോൾ ഇവർ പറയുന്നത് 5 പ്രമുഖർ, അതിൽ ദ്വാരപാലക ശില്പപാളികളുടെ കേസാണ് ഇവർ പ്രധാനമായിട്ടും ഇപ്പോൾ അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുന്നത്. കട്ടിളപ്പാളി ഇവിടെ നിൽക്കട്ടെ. ഇതിനകത്ത് ദ്വാരപാലക ശില്പപാളികളുടെ സ്വർണം പോയ കേസിൽ 3 പ്രമുഖരുടെ കാര്യം പറയുന്നുണ്ട്. 3 പേരെയാണ് ഉടൻ അറസ്റ്റ് ചെയ്യുന്നത്. അതിൽ നമ്മുടെ പ്രശാന്തിനെ നേരത്തെ 2 തവണ ചോദ്യം ചെയ്തല്ലോ. ഇപ്പോൾ 3ാമത്തെ തവണ വീണ്ടും ചോദ്യം ചെയ്യുകയാണ്. ഇത് പക്ഷേ നിർണായകമാകുമെന്നാണ് പറയുന്നത്. അല്ല, ഈ നമ്മളൊക്കെ പലരും നേരത്തെ ഇ ഡി അന്വേഷിക്കാൻ ഇറങ്ങുമെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് നീണ്ടുപോകുന്നു നമ്മൾ എല്ലാവരും ചോദിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ഇവരുടെ റിമാൻഡ് കാലാവധി ഏതാണ്ട് അവസാനിക്കുക 90 ദിവസം കഴിഞ്ഞാൽ പിന്നെ 90 ദിവസം കഴിഞ്ഞ് അയാൾ ജാമ്യത്തിന് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് അങ്ങനെ ഇറങ്ങിയാൽ അന്ന് തന്നെ ഇ ഡി അവരെ പിടിക്കും. കൃത്യസമയത്താണ് ഇ ഡിയുടെ ഇപ്പോൾ ഈ ഒരു പരിശോധന നടന്നിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ഇവരെല്ലാവരുടെയും സകലവിധ സാമ്പത്തിക ഇടപാട് അവർ കിട്ടിക്കാണും. ഈ PS പ്രശാന്തിനൊപ്പം 2 പേര്, അന്നത്തെ ബോർഡ് അംഗങ്ങളായ 2 പേര് CPIയുടെ മെമ്പർമാരാണ്. അവരിൽ ഒരാൾ ആലപ്പുഴക്കാരനായ ഒരു അജിയാണ്. പക്ഷേ അദ്ദേഹത്തിന് കഴിഞ്ഞ ആഴ്ച ചോദ്യം ചെയ്യാൻ വിളിച്ചിരുന്നു, പോയില്ല, എന്തോ അസൗകര്യം പറഞ്ഞ് പോയിട്ടില്ല. അപ്പോൾ ഈ 3 പേരും ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇവരുടെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞാൽ അറസ്റ്റ് ഉണ്ടാകുമോ എന്നുള്ളതാണ്. ഇനി കൂടാതെ ഇനി തീർന്നില്ല, 2 പേരുടെ ബാക്കിയുണ്ട്. അപ്പോൾ 5 പ്രമുഖരാണ്. അപ്പോൾ അതിനകത്ത് എന്ത് തോന്നുന്നു, നമ്മുടെ മന്ത്രിമാരാരെങ്കിലും ഉണ്ടാവും? കാരണം അന്ന് ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തല്ലോ. ആഫ്റ്റർ ദാറ്റ് അതിനുശേഷം പുള്ളിയുടെ ഒരു ബോഡി ലാംഗ്വേജ്, മാധ്യമപ്രവർത്തകർ അവിടെ സംസാരിക്കും, പുള്ളി അങ്ങനെ മുമ്പൊന്നും ഇല്ലാത്ത ഒരു അസ്വസ്ഥതയാണ് പ്രകടിപ്പിച്ചത്. അല്ല, ഞാൻ പറയുന്നത് ഇതിൽ പിന്നെ ഒരു കുറേ വർഷം മുമ്പുള്ള കണക്കുകൾ എടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഇവിടെ ആര് വരച്ചാലും ഇവരെല്ലാവരും ചേർന്ന് കട്ടുകൊണ്ടിരിക്കുകയെന്നുള്ള ഒരു കാര്യം ഉറപ്പാണ്. ഇപ്പോൾ വാജിവാഹൻ എടുത്തു അജയ് തറയിൽ പ്രയാർ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് അന്ന് കോൺഗ്രസ്സുകാരുണ്ടായിരുന്നു. പക്ഷേ അത് കോടതിയുടെ അറിവോടുകൂടിയാണ് കൊടുത്തിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമുക്കറിയാമല്ലോ, ദേവസ്വം ബോർഡ് ഭാരവാഹികളായിരുന്ന ആളുകൾക്ക് പിന്നെ എന്തോത്ര സമ്പാദ്യം ഉണ്ടോ നമ്മൾ നോക്കിയറിയാം. ഓരോരുത്തർ നമ്മൾ പരിശോധിച്ച് നോക്കുക. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ദേവസ്വം ബോർഡിൻ്റെ ഭാരവാഹികളായിരുന്നവരൊക്കെ അവർ വെച്ചിരിക്കുന്ന വീട്, അവർ വയ്ക്കുന്ന വാഹനങ്ങൾ, ഇവർക്ക് കേരളത്തിന് പുറത്ത് പോയി പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. കമ്പത്തും തേനിയിലൊക്കെ പല മുൻ ദേവസ്വം ബോർഡ് ഭാരവാഹിക്കും തോട്ടമുണ്ടെന്ന്. സത്യമായിരിക്കും. നമ്മുടെ പ്രശാന്തിന്റെയും പുതിയ വീടിന്റെ പാലുകാച്ചുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി വന്നിരുന്നു എന്നൊക്കെ ഒരു ഒന്നാണല്ലോ. കാരണം ആത്മമിത്രമല്ലേ. അപ്പം തീർച്ചയായിട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയില്ല, ശബരിമല ഇല്ലല്ലോ. ശബരിമല അതാണ് മൊത്തത്തിലുള്ള. ഇന്നലെ തന്നെ മറ്റാരോ കൊടുത്ത മണികൾ പോലും തന്റേതാണെന്നുള്ള രീതിയിലാണ്. അല്ല, ഇതുപോലത്തെ ഫ്രോഡുകൾ ലോകത്തെല്ലായിടത്തും എല്ലാ പ്രധാന സ്ഥാപനങ്ങളിലും ഇവന്മാർ കയറി പറ്റിയിട്ട് ഇവന്മാരെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളുടെ അടുത്ത് പറ്റിക്കൂടുന്നു, അവരെ വീട്ടുകാരെ ബന്ധം സ്ഥാപിക്കുന്നു. അതറിയാം. പക്ഷേ അത് ബുദ്ധിയുള്ളവൻ ഇവരെ ഒന്നും അടുപ്പിക്കില്ല. ബുദ്ധിയില്ലാത്ത രാഷ്ട്രീയക്കാരൻ ഇവൻ്റെ പുകഴ്ത്തൽ അല്ലെങ്കിൽ ഇവൻ്റെ ഈ ഓഫറുകളൊക്കെ കാണുമ്പോൾ ഭ്രമിച്ച് പോകുന്ന ആളുകളെ സംബന്ധിച്ചാണ് ഇത്തരം ഫ്രോഡുകൾ കയറി പറ്റും, പല കാലങ്ങളിലും കയറി പറ്റും. പക്ഷെ അവർക്കിരുന്ന് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ഏതാണോ അവിടെ ആയിരിക്കും അവരിത്. അതെപ്പോഴും അങ്ങനെയാണ്. മാത്രമല്ല ഇവർ ഇവരുടെ കണ്ണിങ് ആയിരിക്കും. ഇവർക്ക് അറിയാം
ഈ മറ്റവൻ്റെ ദൗർബല്യം എന്താണ്, അവൻ്റെ പിന്നെ വിഷയം, അവൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് നന്നായിട്ട് അറിയാം. അപ്പോൾ അതുവഴി ഇവർ പലരും ചെയ്യുന്ന അടുക്കള വഴി കയറി പറ്റുക എന്നുള്ളതാണ്. ഈ അമ്മമാരെയൊക്കെ ഈ വലിയ പ്രമുഖരുടെ ഭാര്യ മക്കളെയൊക്കെ തന്നെ ഇവർ ചെയ്യുന്ന ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എളുപ്പമാണല്ലോ, ഞാൻ ചെന്ന് പൂജ നടത്തി തരാം, അല്ലെങ്കിൽ ഞാൻ മറ്റേ നൂല് കെട്ടി തരാമെന്ന് പറഞ്ഞ് ചെല്ലുകയില്ല എല്ലായിടത്തും. ജനങ്ങൾ ഇന്ന് ഇവിടെ പരസ്യമായിട്ട് യുക്തിവാദം പറയുന്ന ആളുകൾ പോലെ, ദൈവമില്ലെന്ന് പറയുന്ന ആളുകൾ പോലും പൂമുടലൊക്കെ നടത്തുന്ന ഒരു കാലഘട്ടത്തിൽ ഇതുപോലുള്ളവൻ കയറി പറ്റിയിട്ട് ഇപ്പോൾ നേതാവിന് ഇപ്പോൾ പരസ്യമായിട്ട് വെളി ഇറങ്ങിയ പൂജ നടത്തുന്ന പറയാൻ മാനക്കടായിരിക്കും, വീട്ടുകാർ നടത്തും. അങ്ങനെ ഈ യവന്മാർ അവിടെ ചെന്ന് ഇങ്ങനെ ഒരു സ്വാധീനം ഉണ്ടാക്കുകയും അതുവഴി പിന്നീട് ഇവർക്കറിയാം ഇവർ ആ വഴിക്ക് കൊണ്ടുവരും നമ്മൾ ഈ ഇത്തരക്കാരെയൊക്കെ. അങ്ങനെ അല്ലാത്ത ഇതിൽ വൃത്തി കാണിക്കാൻ ഇറങ്ങി പോടാന്ന് പറയാൻ ആംബിയറിൽ ഒരുപാട് നേതാക്കന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ അവരുടെ എണ്ണം ഇന്ന് വളരെ കുറവാണ്. അതാണ് കാര്യം. ഫ്രോഡുകൾ ചിലർക്ക് ഫ്രോഡുകളാണെന്ന് അറിയാം, അല്ലെങ്കിൽ വീട്ടുകാരുടെ സമ്മർദ്ദം കാണും. വീട്ടുകാർ പറയും അങ്ങനെ ചെയ്യാൻ പാടില്ല, അയാൾ നമ്മളെ ഭയങ്കര സ്നേഹിക്കുന്ന ആളാണ്, നമ്മളെ സഹായിക്കുന്ന ആളാണ്, നമുക്കൊന്ന് പ്രാർത്ഥിക്കുന്ന ആളാണെന്നൊക്കെ പറയും. അപ്പോൾ ഈ ഒരു മാർഗത്തിൽ കൂടെ പറഞ്ഞാലും ഞാൻ ചോദിക്കട്ടെ, ഒരു വിശ്വാസി സമൂഹം എന്താണ് ഹൃദയം കൊണ്ട് പൂജിക്കുന്ന ഒരു ആരാധനാലയമാണ് അല്ലേ ശബരിമല പോലെ. അപ്പൊ അവരുടെ പ്രാർത്ഥനയും ഉള്ളുരുകിയുള്ള പ്രാർത്ഥനയും അവരുടെ വീർപ്പുമണികളൊക്കെയാണ് അവരവിടെ കൊണ്ട് സമ്പാദ്യമായിട്ട് കൊടുക്കുന്നത്. അവരുടെ അത്രയും ഉയരിഞ്ഞ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള ഒരു ഇടം, ആ സ്ഥലത്താണ് ഇതുപോലെ ഒരാൾക്ക് ചെന്നിട്ട്, അല്ലെങ്കിൽ ഒരാളല്ല ഒരു കൂട്ടം പേര് ചേർന്നിട്ട് ഇത്തരം തട്ടിപ്പുകളും കാര്യങ്ങളും. അതിനൊരു ഭരണകൂടം ഇവിടെ ഉണ്ടായിരുന്നില്ല. ഈ 10 വർഷമായി ഭരിക്കുന്ന ഒരു ഭരണകൂടം ഇവിടെ ഉണ്ട്. അവരുടെ നേതാക്കളാണ് ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള പ്രമുഖരെയും നമ്മൾ നോക്കുമ്പോൾ ലിസ്റ്റ് നോക്കുമ്പോൾ ഇതെല്ലാവരും അല്ല, ഞാൻ പറഞ്ഞ കഴിഞ്ഞ ഒരു 25 വർഷത്തെ കണക്കെടുക്കാൻ നല്ല 25 വർഷം കണക്കെടുക്കുകയാണെങ്കിൽ ഒരുപാട് അതെ ഇവരെല്ലാവരും പോകും. കാരണം ഈ പലപ്പോഴും പറയാറുണ്ട്, ദേവസ്വം ബോർഡ് ഭാരവാഹികളായി ചെല്ലുമ്പോൾ തന്നെ ഈ ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ചുറ്റും കൂടി, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചുറ്റും കൂടി അവരെ പുകഴ്ത്തി അവരെ കൂടെ ഞാൻ നിങ്ങളുടെ ആളാണെന്ന് കാണിച്ച് ക്രമേണ ഇവർ വഴങ്ങുന്നവരാണെന്ന് കണ്ടാൽ ഇതിൻ്റെ ഇവിടുന്ന് പണം ഉണ്ടാക്കാനുള്ള മാർഗ്ഗങ്ങളൊക്കെ തന്നെ പറഞ്ഞു കൊടുക്കുകയും പിന്നീട് അവർ ആ വഴിയിലേക്ക് ഇവരെ കൂടെ കൊണ്ടുവരികയും. എന്തിനും ഒരു അമ്പലത്തിലെ തന്ത്രി പോലും അദ്ദേഹത്തിനെയൊക്കെ ഒരു വീട്ടിലൊരു ദൈവത്തിന് തുല്യമായിട്ടല്ലേ നാട്ടുകാരായാലും ഒരു തന്ത്രിയെ കണ്ടിരുന്നത്. ഇപ്പോൾ ആ തന്ത്രി എവിടെ നിൽക്കുന്നു? അല്ല, എല്ലാവർക്കും കാശാണ് വലുത്, ഇവർക്കെല്ലാം കാശാണ്, അത് സത്യമാണ്. അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളതാണ് ഈ അമ്പലങ്ങൾ സ്ത്രീകൾ ഒരുപാട് ഇത്തരത്തിലുള്ള ഈ പൂജാരിയൊക്കെ കൊണ്ട് പൈസ കൊടുക്കണം ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും. കാരണം ഇവരെ അങ്ങ് വിശ്വസിക്കുകയും ഇവരെ അങ്ങനെ ദൈവത്തിനെ പോലെ കാണുകയും ഇടനിലക്കാരൻ. സത്യം പറഞ്ഞാൽ ദൈവത്തിൻ്റെ അടുത്ത് നമുക്ക് ഇടനിലക്കാരനൊന്നും വേണ്ട, നമ്മൾ മതി. നമുക്ക് ഇടനിലക്കാരൻ്റെ ഒരു ആവശ്യമില്ല. സത്യം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഈ എന്തിനാണ് ഈ ഇടനിലക്കാരൻ്റെ അടുത്ത് നിന്ന് എല്ലാവരും കൂടി ഇങ്ങനെ തൊഴുത് പിടിച്ചിരിക്കണേ എന്നുള്ളതാണ്. ഇടനിലക്കാരൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരാൾ വിശ്വാസിയാണെങ്കിൽ അയാൾ ദൈവത്തെ നേരിട്ട്. നമുക്ക് ഈ പറയുന്നത് പോലെ വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായി നമ്മൾ പിന്തുടർന്നു വരുന്ന ഒരു രീതിയുണ്ട്. അതിന് ശരിക്കും എക്സ്പ്ലോയിറ്റ് ചെയ്യാനാണ് അവന്മാരത് ഉപയോഗിക്കുന്നത്. അതാണ് ഇപ്പൊ ഈ മാറിയ കാലത്ത് അല്ലെങ്കിൽ ഇതുപോലെ കൊള്ള നടത്തുകയാണ്. അതിനെ പറ്റിയൊരു അന്തരീക്ഷം വന്നപ്പോൾ ഹൈക്കോടതി രൂക്ഷമായ വിമർശനം ഉന്നയിച്ചതൊക്കെ അത് തന്നെയാണ്. കാരണം ഇത് ശബരിമല പോലെയുള്ള ഒന്നും നമ്മൾ ചിന്തിക്കണേ, ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള എത്രയും മേജർ ക്ഷേത്രങ്ങളുണ്ട്. പേറ്റുവാനൂരും വൈക്കവും ഹരിപ്പാട് ഒരുപാട് ക്ഷേത്രം നമ്മൾ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. അവിടെയൊക്കെ ഇത് അന്വേഷിക്കേണ്ടത് എങ്ങനെയാണെങ്കിൽ. കാരണം ഇത് ശബരിമല മാത്രമായിരിക്കില്ല, ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റി ആൾ നല്ല വേന്ദ്രനാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അറിയാം എവിടെ എന്തൊക്കെ ഉണ്ടെന്നുള്ള കാര്യം. അയാൾ വളരെ ബുദ്ധിപൂർവ്വം കരുക്കൾ നിൽക്കുന്നത്. ഒന്നും ഇപ്പം കണ്ടില്ല, കള്ളനെ പോലെ ഇങ്ങനെ നിൽക്കുന്നതാണ് എല്ലായിടത്തും പോയിട്ട്. ഇപ്പം ആദ്യം ആളെ വേഷം കണ്ടിട്ടുണ്ട്, ആദ്യം അയാൾ പിന്നെ അയാൾ മറ്റേ ചുരിദാർ പോലത്തെ വേഷമൊക്കെ ഇട്ട് മെനങ്ങണ വേഷമൊക്കെ ഇട്ട് സോണിയാന്തിയുടെ അടുത്ത് പോയി നിൽക്കുന്നു. അപ്പോൾ ഇത് ഈ നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയക്കാർ പലരും പ്രശ്നം എന്ന് വെച്ചാൽ ഇതുവരത്തെ കള്ളന്മാർ അവർ മനസ്സിലാവില്ല, കൊണ്ടുപോകും. സോണിയാഗാന്ധിയുടെ അടുത്ത് എങ്ങനെ പോയി ആൾ? എനിക്ക് രാവിലെ സോണിയാഗാന്ധിയെ കാണണമെന്ന് പറഞ്ഞാൽ നാളെ നടക്കില്ല. സോണിയാഗാന്ധിക്ക് നാളെ കാണാനൊന്നും പറ്റില്ല. അപ്പോൾ ഇവനെ പോലുള്ളവൻ അവിടെ എത്തിക്കണമെങ്കിൽ അത്ര സ്വാധീനമുള്ളവർ പറയണം. അപ്പോൾ അവൻ സോണിയാഗാന്ധിക്ക് അറിയാൻ പാടില്ല ഇവൻ ആരാണെന്നുള്ളത് കാര്യമൊന്നും. പക്ഷേ ഇതുപോലത്തെ ഫ്രോഡുകൾ ഇതാണ്. അതിപ്പം ഇപ്പം രാഹുൽ ഗാന്ധി ആയാലും പ്രിയങ്ക ഗാന്ധി ആയാലും വരുമ്പോൾ തിരുനെല്ലി അവിടെ അവർക്കൊരു ആത്മബന്ധമുണ്ട്. ആ ക്ഷേത്രത്തിൽ പോകുന്നു, അവിടെ പൂജാരി കൊടുക്കുന്നു. അപ്പോൾ അതുപോലെ കേരളത്തിലെ ഏറ്റവും വലിയൊരു ആരാധനാലയമാണ് ശബരിമല എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു പൂജാരി തന്ത്രിയോ മേൽശാന്തിയോ അവരെ വീട്ടിൽ പോയെന്ന് നമുക്ക് പിന്നെ വിശ്വസിക്കാം. ഇത് അവിടുത്തെ 7ാം കൂലിയായിട്ടുള്ള താഴെ നിന്നുള്ള ഇവിടെ നിൽക്കുമ്പോൾ ഇവിടെ എല്ലാവരുടെ കണ്ണിലും മറ്റേ വേഷോട്ട് 14 ലക്ഷം രൂപയുടെ മണി കിട്ടിയത് ഞാൻ. അതെ, പക്ഷെ അത് ഈ നേതാക്കന്മാർക്കെങ്കിലും മിനിമം തിരിച്ചറിവുണ്ടാവണം ഫ്രോഡാണെന്നുള്ള. ഇതൊക്കെ അറിയാമായിരിക്കും. ഒരു സ്ഥലത്ത് ഇത്രയും വർഷം ഒരുത്തൻ ഫ്രോഡ് കാണിക്കുകയാണെങ്കിൽ ആദ്യം കാലം അത് പിന്നെ വെളിവാകാതിരിക്കില്ല, അല്ലെങ്കിൽ മനസ്സിലാവും. പക്ഷേ ഈ ഫ്രോഡ് അതാണ് ഇപ്പൊ ഈ ഒരു പോയിന്റ് ആണ്. കാരണം പല നാൾ കള്ളൻ ഒരു നാൾ പിടിയില്ലെന്ന് പറയുന്നത് ഇതുപോലെ കള്ളത്തരങ്ങൾ കാണിക്കും. ഈ ഫ്രോഡുകളെ എന്നായാലും ഇത് പിടിക്കും. ഫ്രോഡുകളെ കൊണ്ടുള്ള ഗുണം എന്താണ്? ഉദാഹരണത്തിന് ശബരിമല വളരെ തിരക്കുള്ള സീസണിൽ എനിക്ക് പോകണമെന്നിരിക്കട്ടെ, ഞാനൊരു നേതാവാണ്, ഞാൻ ആലോചിക്കും ആരെ വിളിച്ചാൽ എനിക്ക് അവിടെ റൂം കിട്ടും. അവിടെ നിന്ന് വിളിക്കുക, കള്ള പറ്റിയുണ്ട്, അവനെ വിളിച്ചിട്ട് പറയാം എനിക്ക് റൂം വേണമല്ലോ എന്ന് പറഞ്ഞാൽ ഇവൻ റൂം എടുത്ത് തരും. കാരണം അവനെ അറിയാം, ചെയ്ത് കൊടുക്കും. കാരണം ഇവനെ കൊണ്ട് പറയാനുണ്ടെന്നുള്ള കാര്യം അവർക്ക് നന്നായിട്ട് അറിയാം.
അതുപോലെയുള്ള ആളെ കുറിച്ച് ചിന്തിക്കും. ഈ ഫ്രോഡുകൾ ആളുകൾ പലപ്പോഴും ഈ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യം അവനവൻ്റെ എന്തെങ്കിലുമൊക്കെ ഇത്തരത്തിൽ കൊച്ചു കൊച്ചു കാര്യങ്ങൾ നേടാനായിരിക്കും പലപ്പോഴും ഉപയോഗിക്കാറുള്ളത്. അവിടെ റൂം എടുക്കാൻ അങ്ങനെയൊക്കെ ആയിരിക്കും. ഇതൊക്കെ അവൻ ചെയ്തു കൊടുക്കുകയും ചെയ്യും കൃത്യമായിട്ട്. അതെ, സ്ഥിരമായി ആരെന്ത് സഹായം ആവശ്യപ്പെട്ടാലും നമ്മുടെ ആ ലിമിറ്റിന് ഇത്ര ഈ ആത്മീയ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് ഇങ്ങനത്തെ കുറേ ആളുകൾ എപ്പോഴും എല്ലായിടത്തും ഉണ്ട്. ഈ വേഷങ്ങളുണ്ട്. നിങ്ങൾ നോക്കിക്കോളൂ, എല്ലാ പ്രമുഖരെ ആളുകൾ പ്രധാനപ്പെട്ട അതിന് ഏത് ആരാധന ഏത് മതത്തിൻ്റെ ആണെങ്കിലും അവിടെ ചെല്ലുമ്പോൾ അവിടെ ഇവരെ ചുറ്റും നിൽക്കുന്ന കൂട്ടത്തിൽ ഇടിച്ച് മുന്നേ നിൽക്കുവാൻ ഈ ഇതുപോലത്തെ ആളുകൾ. എന്നിട്ട് അവനറിയാം. അപ്പോൾ അവൻ്റെ അപ്പം ആളൊക്കെ ഇയാൾ ഇവരൊക്കെ വലിയ പറ്റുമെങ്കിൽ അവർ നോക്കി ചിരിക്കാനോ തമാശ പറയാനോ വല്ല കൈയും കാലും ഇങ്ങനെ ആയും കാണിക്കാനൊക്കെ പറ്റും. അപ്പോൾ ആൾ കയറി ഇവരെ സ്വന്തക്കാരനാണ്, വളരെ അടുപ്പമുള്ള ആളാണ്. പിന്നെ അവർക്കൊണ്ട് കാര്യം സാധിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുള്ളവന്മാർ കാശ് വാങ്ങിക്കും. അപ്പോൾ ഇത് തന്നെ ആയാലും 5 പ്രമുഖരുടെ നെഞ്ചിടിപ്പ് കയറുകയാണ്. അതോടൊപ്പം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും നെഞ്ചിടിപ്പ് കയറുമെന്നാണ്. അഞ്ചല്ല ഒരുപാട്. അതെ, ഇത് 25 വർഷത്തെ മിനിമം അന്വേഷിക്കണം. ജീവിച്ചിരിപ്പുള്ള സകല ദേവസ്വം ബോർഡിന്റെ പല ഭാരവാഹികളുടെയും സ്വത്ത് പോരും ഇവരെന്തൊക്കെ നേടിയിട്ടുള്ള കാര്യമൊക്കെ ഒന്നുകൂടെ പരിശോധിക്കണം. ED തന്നെ പരിശോധിക്കണം. അത് പരിശോധിച്ചിട്ട് ഇതുപോലെ അവൻ അർഹതയില്ലാത്ത രീതിയിലാണ് സ്വത്ത് ഉണ്ടാക്കിയിട്ടുള്ളെങ്കിൽ അതെല്ലാം പരിശോധിക്കുമ്പോൾ ആരും രക്ഷപ്പെട്ടു പോകരുത് എന്ന് മാത്രമേ അത്രേ ഉള്ളൂ. അക്കാര്യത്തിൽ നിഷ്പക്ഷത പാലിക്കുക, കൃത്യമായിട്ട് അന്വേഷിക്കുക, പോവുക. ഏതായാലും ഈ അടുത്ത 2 ദിവസങ്ങൾക്കുള്ളിൽ EDയുടെ അന്വേഷണം സംബന്ധിച്ച് കൃത്യമായ റിപ്പോർട്ട് പുറത്തു വരും. അപ്പോൾ നമുക്കറിയാം ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ കളിച്ചത്.